നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇതൊരു ക്വിക്ക് റിവ്യൂ ആണ്. കളി കണ്ട പാടെ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് പോസ്റ്റ് ഇടാം. അങ്ങനെ ഈ സീസണിൽ കളികളെക്കുറിച്ചുള്ളൊരു ചർച്ചയ്ക്കുള്ള വേദിയാക്കി നമുക്ക് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിനെ മാറ്റണം. കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരം ആഴ്സണലും സിറ്റിയും തമ്മിലുള്ള കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം സിറ്റി ഈ കളിക്ക് പൂർണ്ണമായിട്ടും സജ്ജരായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ആഴ്സണൽ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട്, മറക്കുന്നില്ല. പല താരങ്ങളും വളരെ ലേറ്റായിട്ടാണ്, പ്രോപ്പർ പ്രീ സീസൺ പോലും ലഭിക്കാതെയാണ് കളിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതൊക്കെ ശരിയാണ് സിറ്റിയുടെ ഭാഗത്ത്. പക്ഷേ സിറ്റിയെ ശരിക്കും ഔട്ട് പ്ലേ ചെയ്ത് കളഞ്ഞു ആഴ്സണൽ എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം പിടിച്ചു എന്നൊക്കെ തോന്നാം. അതല്ല, കളി കണ്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായത് ആഴ്സണൽ തന്നെ ആധിപത്യം പുലർത്തി. അവർ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് വിജയിച്ച് കയറുകയും ചെയ്തു. അവർക്ക് വേണ്ടി റിക്കാർഡോ കലാഫിയോളിയും കായ് ഹവേർട്സും മാർട്ടിൻ ഒഡേഗാർഡുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ കായ് ഹവേർട്സും ജോലിസും ഒഡേഗാർഡും മഡൂക്കും ഒക്കെ ഒരുമിച്ചിറങ്ങി. മഹന്ദ്രയിൽ ബ്രൂണോ ഗുയിമാരസ് ഉണ്ടായിരുന്നു, അതേതോടൊപ്പം ലൂയിസ് കെല്ലി ഉണ്ടായിരുന്നു. പിന്നെ ഡിഫൻസിലാണെങ്കിൽ കലാഫിയോളിയും ഗബ്രിയൽ മഗല്ലസും ഓസ്കാരയും വൈറ്റും ഗോൾ കീപ്പറായിട്ട് റയ. മറുഭാഗത്ത് എർലിംഗ് ഹാലൻഡിൻ്റെ മുന്നേറ്റങ്ങളിൽ ചുക്കാൻ ഏൽപ്പിച്ചു. ഒപ്പം ഡോക്കുവും ഫോർഡനും സെമന്യോയും ഒക്കെ അണിനിരന്നു. പിന്നെ കൊവാസിച്ചും ആൻഡേഴ്സണും, പുതിയ സൈനിങ് ആയിട്ടുള്ള എലിയറ്റ് ആൻഡേഴ്സണുമാണ് മധ്യനിരയിൽ ഉണ്ടായിരുന്നത്. ഒറീലിയും ഗാദിയോളും റൂബൻ ഡയസും കുഷാനോവുമാണ് ഡിഫൻസിൽ. കുഷാനോവ് റൈറ്റ് ബാക്ക് പോസ്റ്റിലാണ് കളിച്ചത്, ഗോൾ കീപ്പറായിട്ട് ഡൊണാരുമ. അപ്പം കളി തുടങ്ങി ഒരു 10-24 സെക്കൻഡിനുള്ളിൽ തന്നെ ഗോൾ അടിച്ച് കഴിഞ്ഞിരുന്നു ആഴ്സണൽ എന്നുള്ളതാണ്. വരാനിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടൊരു സൂചന അവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പലരും ആ ഒരു പ്രിൻസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൽ കാർഡിഫിൽ സീറ്റിലിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആ ഗോൾ വീണ് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വളരെ കൃത്യമായിട്ട് അകത്തേക്ക് കയറിയ കലോഫിയോറിക്ക് ലൂയിസ് കെല്ലി കൊടുത്തൊരു പാസ് ഉണ്ട്. വാട്ട് എ ത്രൂ ബോൾ! അതിൽ നിന്ന് അദ്ദേഹം അത് ഗോളാക്കി മാറ്റി. ശരിക്കും പറഞ്ഞാൽ കുഷാനോവിടെ സ്വിച്ച് ഓഫ് ആയി പോയി എന്ന് പറയേണ്ടി വരും. വളരെ സിമ്പിളായിട്ട് ആ ഒരു ഗോള് അടിച്ച് കയറ്റുകയും ചെയ്തു. ബിറ്റ്വീൻ ഈ കുഷാനോവ് അതുപോലെ തന്നെ റൂബൻ ഡയസ്, അതിനിടയിലൂടെ ആ ഒരു ബോൾ വരികയും അത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആഴ്സണലിൻ്റെ ആദ്യ ഗോൾ ആ 24ാമത്തെ സെക്കൻഡിൽ വീണപ്പോൾ തന്നെ സിറ്റിയുടെ കാലിടറി തുടങ്ങിയിരുന്നു. സിറ്റിക്ക് ഇത് പുതിയ എറയാണല്ലോ. അതായത് നമ്മുടെ പെപ് ഗാർഡിയോളക്ക് പകരം എൻസോ മാരേസ്കയ്ക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് അവിടെ കിട്ടിയത്. പിന്നത്തൊരു 20 മിനിറ്റ് കളി ഒരു പതിഞ്ഞ താളത്തിൽ മുന്നോട്ട് പോയി എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും കളി പിടിക്കാനുള്ള ശ്രമം ആഴ്സണലാണ് ഒന്നുകൂടി അനായാസമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മധ്യനിരയിലാണെങ്കിൽ ചില നീക്കങ്ങൾ സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഫിൽഫോർഡൻ ഡേഞ്ചറസ്ലി ചില റണ്ണുകളൊക്കെ നടത്തുന്നു. ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് വരുന്നു, റയ അത് കൃത്യമായിട്ട് തടഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ കളി മറുഭാഗത്താണെങ്കിൽ ആഴ്സണൽ കുറച്ചുകൂടി ഈസിലി സിറ്റിയുടെ ഭാഗത്തേക്ക് ഓടിക്കയറുകയും ഡിഫൻസിനെ അവർ പിച്ച് ചീന്താനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ കാണുന്നത് 28ാമത്തെ മിനിറ്റിൽ കായ് ഹവേർട്സിൻ്റെ ഗോൾ പിറക്കുന്നു. എന്താണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്? വളരെ അനായാസം എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറുടെ ഒരു മിസ്റ്റേക്ക് കൂടിയുണ്ട് അവിടെ. ഡൊണരുമയുടെ ഒരു മിസ്റ്റേക്ക്, അദ്ദേഹത്തിന് നേരെയാണ് ഹവേർട്സിൻ്റെ ഒരു ഹെഡർ വരുന്നത്. എന്നിട്ടത് തടയാൻ പറ്റിയില്ല, വലയിലേക്ക് അങ്ങ് കയറി പോകുന്ന ഒരവസ്ഥ. വളരെ ഈസിലി 2 ഹെഡറുകൾ പെനാൽറ്റി ബോക്സിൽ വെച്ച് നടക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രസ്സും അവിടെ സിറ്റിയുടെ ഡിഫൻസ് കൊടുക്കുന്നില്ല. അത് ഈസിലി അവർ ഗോളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ 28ാമത്തെ മിനിറ്റിൽ 2-0 എന്ന രൂപത്തിലേക്ക് വരുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മറുഭാഗത്തേക്ക് നീക്കങ്ങൾ നടത്തുമ്പോഴും അവിടെ അവരുടെ ഡിഫൻസ് വളരെ നല്ല രൂപത്തിൽ കട്ടക്ക് നിൽക്കുന്നുണ്ട്. ഗബ്രിയേലാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ഷോട്ടിനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് റയ തടഞ്ഞിടുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഈ നമ്മുടെ എർലിംഗ് ഹാലൻഡ് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് അദ്ദേഹം സൂപ്പറായിട്ട് തടയുകയും ചെയ്തു. അങ്ങനെയൊക്കെ സിറ്റിക്ക് വളരെ കുറഞ്ഞ അവസരങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്താണ് കൊവാസിച്ചൊക്കെ മധ്യനിരയിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു ചോദിച്ചിട്ട് അവിടെ വരികയും ചെയ്തു. അങ്ങനെ എന്നാൽ ആദ്യ പകുതിയുടെ അവസാനം വീണ്ടും ഗോൾ വീഴേണ്ടതാണ്. അത് ഡൊണ്ടാരുവെ മറികടന്ന് പോയ ബോളാണ്. പക്ഷേ അവിടെ ഗാർഡിയോൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ആ ഒരു ഗോൾ ലൈൻ സേവ് നടത്തി. അല്ലെങ്കിൽ ആദ്യ പകുതിയുടെ അവസാനം തന്നെ 3-0 രൂപത്തിലേക്ക് മാറേണ്ടതായിരുന്നു. അങ്ങനെ ഇടവേള കഴിയുമ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ആഴ്സണൽ പൂർണ്ണമായിട്ട് ആധിപത്യം പുലർത്തിയ ഒരു കളി എന്ന ഫീലാണ് എനിക്കുണ്ടായത്. ഡൊണാരുമ ആബ്സല്യൂട്ട്ലി പോറായിരുന്നു, ഒന്നും പറയാനില്ല. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയാനോ ഒന്നും പറയാനില്ല. അങ്ങനെയുള്ള കളിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ
കുഷാനോവിനെ RBI കളിപ്പിച്ച് അദ്ദേഹം ശരിക്കും ക്ലൂലെസ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം സ്വിച്ച് ഓഫ് ആവുന്ന അവസ്ഥ വന്നു, അതിലൂടെ ഗോളുകൾ വരുന്ന അവസ്ഥ വന്നു. സെൻറ്റർ ബാക്കായ താരത്തെ അവിടെ കളിപ്പിക്കുക, അധികം ഒരു പ്രോപ്പർ RBI ഒന്നുമല്ല. ഇപ്പോൾ സിറ്റി ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കണ്ടേ പറ്റൂ എന്നുള്ളതാണ്. ദോക്കു ആണെങ്കിലും അപ് ടു ദി മാർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കൊവാസിച്ചും ശരിക്കും പുവറാണ്. ഇപ്പം ഫുള്ള് കളിക്ക് ശേഷം കൊവാസിച്ചിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നല്ലതാണെന്നൊക്കെ പലരും പറയാം, അത്തരത്തിലുള്ള കണക്കുകളൊക്കെ കാണാം. പക്ഷേ കളിയിൽ അദ്ദേഹത്തിന് വേണ്ട വിധത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ തോന്നൽ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പൊസിഷനിലേക്ക് വരുന്നു, അദ്ദേഹം ഒക്കെ നശിപ്പിക്കുന്ന നേരത്തിലൊരു തോന്നലാണ് ഉണ്ടായത്. ഏതായാലും ഇവിടെ ഫോഡൻ ഡോക്കു ഒരു വേണ്ട വിധത്തിൽ കളിക്കാത്തൊരവസ്ഥ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നു. ഒരു ലേതൽ വെപ്പൺ അവിടെ ഉണ്ട്. ഹാലൻഡിലേക്ക് ബോൾ പാസ് ചെയ്യേണ്ടതാണ്, അത് സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. ഫോഡൻ്റെ പ്രധാന പണി അതാണ്. പക്ഷെ അദ്ദേഹം ഒറ്റ തവണ പോലും അങ്ങനെ കൊടുക്കുന്നൊരവസ്ഥ കണ്ടില്ലായിരുന്നു. സിറ്റിയുടെ മിഡ്ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ നോൺ എക്സിസ്റ്റിംഗ് എന്നുള്ളൊരവസ്ഥയിലാണ്. ഡിഫൻസിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. മരസ്ക ശരിക്കും ആദ്യ പകുതി കഴിയുമ്പോൾ വിയർത്ത് പോയിട്ടുണ്ടാകണം. അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ, അത് നമ്മൾ കരുതിയതാണ്, മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. സോ മാറ്റങ്ങളിലേക്ക് പോകുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ജാക്ക് ഗ്രീലിഷിനെ കൊണ്ടുവരുന്നു. ബ്രൂണോ ഗുയിമാരസിനെ പിൻവലിച്ചുകൊണ്ട് ഡെക്ലാൻ റൈസിനെ ആഴ്സണലും കളിക്കളത്തിലേക്ക് വിടുന്നു. 48ാമത്തെ മിനിറ്റിൽ ഓഡേഗാർഡിൻ്റെ ഗോള്, അത് എന്താണ് അവിടെയും വീണ്ടും ഡൊണാരുമ ചെയ്യുന്നതെന്നുള്ള ഫീലാണ് ഉണ്ടായത്. ഡൊണാരുമ ഫാർ ടു ഈസി ഗ്രൗണ്ടിലേക്ക് അങ്ങ് വീഴുന്നു, മറുഭാഗത്തേക്ക് ഡൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വളരെ സിമ്പിളി ഇങ്ങനെ ഉരുട്ടി വിടുന്ന പോലെ ഓഡേഗാർഡ് പന്ത് വലയിലേക്ക് എത്തിച്ചെടുത്ത് തീർന്നു സിറ്റി. പിന്നെ മാറ്റങ്ങളുണ്ട്. ഒമർ മർമൂഷിന് 53ാമത്തെ മിനിറ്റിൽ എളിങ് ഹാലലിനെ പിൻവലിച്ച് ഒമർ മർമൂഷിനെയും ഒറീലിയെ പിൻവലിച്ചുകൊണ്ട് മാർഗോയെയും ആൻഡേഴ്സിനെ പിൻവലിച്ചുകൊണ്ട് 60ാമത്തെ മിനിറ്റിൽ ലൂയിസിനെയും ഫോഡനെ പിൻവലിച്ചുകൊണ്ട് ചെർക്കിയെയും കളിക്കളത്തിലേക്ക് വിടുന്നു. മറുഭാഗത്ത് മഡൂക്കിനെ പിൻവലിച്ച് സാക്കയെയും കലാഫിയോറിയെ പിൻവലിച്ച് ഹിൻകപ്പിയെയും ആർട്ടിറ്റയും ഇറക്കി. പിന്നെ സംഭവിക്കുന്നത് അപ്പോഴും അത്ര വലിയൊരു ത്രെട്ട് രണ്ടാം പകുതിയിലും സിറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സിറ്റി 3 ഗോളിന് പുറകിലാണ്. ആ ഒരു എർജൻസിയൊക്കെ എവിടെയോ നഷ്ടമാകുന്ന കാഴ്ച. ഗ്രീലിഷൊക്കെ ഒരു ഭാഗത്തു കൂടി കൊണ്ടുപോയിട്ട് ബോൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. ചെറുക്കി ഒരു ഷോട്ട് അടിച്ചു കേട്ടോ, അത് പറയണം. ഒരു പക്ഷേ ഒരു 70 മിനിറ്റിനൊക്കെ ശേഷമുള്ള ആ ഒരു ഷോട്ടായിരിക്കും രണ്ടാം പകുതിയിൽ സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഓൺ ടാർഗറ്റിലേക്ക് വരുന്ന ഒരു ഷോട്ട് എന്ന് പറയണം. പിന്നെ സെമന്യോയുടെ ഒരു ഷോട്ടും ഉണ്ടായിരുന്നു, അതാണ് ഓർമ്മിക്കത്തക്കതായിട്ട് അവർ നടത്തിയത്. മറുഭാഗത്ത് വളരെ അനായാസം ആഴ്സണൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കളി കാണുമ്പോൾ എനിക്ക് തോന്നിയത് ആഴ്സണൽ വെൽ പ്രിപ്പയർഡാണ്, അവരുടെ സ്ക്വാഡിൻ്റെ ഡെപ്തും വളരെ മികച്ചതാണ്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർക്കിപ്പോൾ ഒരു പക്ഷേ എൻസോ ഫെർണാണ്ടസിനെ അവർ കൊണ്ടുവന്നേക്കും. റോഡ്രി എന്തായാലും പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഡ്രിയെ കുറിച്ചൊരു വാർത്തയും പറയാനില്ല എന്ന് എൻസോ മരസ്ക കളിക്ക് ശേഷം പറയുന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ബാഴ്സലോണയിലേക്ക് അധികം വൈകാതെ തന്നെ ചേക്കേറുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസ് വരും എന്ന് പ്രതീക്ഷിക്കാം. മധ്യനിരയിലെ കാര്യങ്ങൾ ശരിയാക്കേണ്ടതുണ്ട്, അതുപോലെ RB പോസ്റ്റിലെ കാര്യങ്ങൾ ശരിയാക്കേണ്ടതുണ്ട്. പിന്നെ പ്രീ സീസൺ പ്രോപ്പർലി കിട്ടാതെ വന്ന താരങ്ങൾക്ക് ഇനി ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങൾ നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതേസമയം മറുഭാഗത്ത് മാർട്ടിനെല്ലി, ഗബ്രിയൽ, ഹീസസ് എന്നിവരെയൊന്നും ടീമിൽ ഇല്ലാതെ തന്നെയാണ് ആഴ്സണൽ വരുന്നത്. അപ്പോൾ ആഴ്സണലിൻ്റെ ഭാഗത്ത് സംഗതി വളരെ കൃത്യമാണ്. അവർക്ക് സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്, അവരത് കൃത്യമായിട്ട് പ്രയോഗിക്കുന്നു, താരങ്ങൾ നല്ല ഒത്തുണക്കത്തിൽ കളിക്കുന്നു. സോ ആഴ്സണൽ സെറ്റാണ്. കമ്മ്യൂണിറ്റി ഷീൽഡിൽ മുത്തമിട്ടു എന്നുള്ളത് ഈ സീസണിൽ വരാൻ പോകുന്ന മറ്റ് കാര്യങ്ങളുടെ ഒരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീണ്ട കാലം പെപ് ഗാർഡിയോളയുടെ കീഴിലാണ് സിറ്റി കളിച്ചത്. അവിടുന്ന് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്കറിയാം നേരത്തെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സർ അലക്സ് ഫെർഗൂസിൻ്റെ കാലത്തിന് ശേഷം മോയിസ് വന്നത്, യുണൈറ്റഡിൽ അദ്ദേഹം അവിടെ ബുദ്ധിമുട്ടിയത്, ആഴ്സണൽ ഉനായി എമറി ബുദ്ധിമുട്ടിയത്, മരസ്കയ്ക്കും അതേ സംഭവം ഒരു പക്ഷേ സിറ്റിയിൽ സംഭവിച്ചേക്കാം. എല്ലാവരും ഇപ്പോൾ തന്നെ ചിലരൊക്കെ പറയുന്നത് കേട്ടു മിസ്സിങ് പെപ്പ് ബോൾ എന്നൊക്കെ. അത് ഇപ്പോഴേ ഇങ്ങനെയുള്ള ഈ ഒരു താരതമ്യമൊക്കെ നടക്കും. അപ്പോൾ അതിനെ എങ്ങനെ മറികടന്ന് പോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ഏതായാലും ഉണ്ട്. ഇപ്പം നമ്മൾ ലിവർപൂളിൽ കണ്ടില്ല, ആർനെ സ്ലോട്ട് ഇപ്പം നമ്മുടെ ക്ലോപ്പ് പോയതിന് പിന്നാലെ അദ്ദേഹം കിരീടമൊക്കെ അടിച്ചെങ്കിലും അടുത്ത സീസണിൽ അവിടെ തുടരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് പുതിയ കോച്ചിൻ്റെ കീഴിലാണല്ലോ. അപ്പോൾ അത് ഇങ്ങനെയാണ്, നീണ്ട കാലത്ത് നിൽക്കുന്ന ഒരു കോച്ചിന് പകരം പിന്നീട് വരുമ്പോൾ മുന്നോട്ട് പോകുന്ന എളുപ്പമല്ല. മരസ്കയുടെ മുന്നിൽ ഒട്ടും എളുപ്പമുള്ള ജോബല്ല ഉള്ളത് എന്നുള്ളത് വളരെ വളരെ വ്യക്തവും കൃത്യവുമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വിശകലനവും ഒക്കെ ആയിട്ട് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം.